ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷം. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. 4 മരണം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പകർച്ചവ്യാധികൾക്കും കോവിഡിനുമെതിരായ പ്രതിരോധം പ്രധാനമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് LDF സ്ഥാനാർത്ഥി. സർക്കാരിന്റെ രാഷ്ട്രീയ വിചാരണ തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ്. നീറ്റ് PG പരീക്ഷ ഒറ്റ ഷിഫ്റ്റിൽ നടത്തണമെന്ന് സുപ്രീം കോടതി. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും. നദീതീരത്തുള്ളവരും മലയോര മേഖലകളിലുള്ളവരും മുൻകരുതൽ സ്വീകരിക്കണം. കൊല്ലം, കോട്ടയം ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. മലയോര മേഖലയിൽ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ മഴക്കെടുതിയും രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്. തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ കാറ്റും മഴയും ഇന്നും തുടരുകയാണ്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. തീരദേശ മേഖലയിൽ കടലേറ്റവും രൂക്ഷമാണ്. കനത്ത മഴയെ തുടർന്ന് വാമനപുരം നദി കരകവിഞ്ഞു. നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ജില്ലയിലെ ഡാമുകളുടെ സമീപത്തും നദീതീരങ്ങളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയിലും കാറ്റിലും കോടികളുടെ നഷ്ടമുണ്ടായതായി KSEB അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ മഴ തുടരുന്നു. കിഴക്കൻ മഴവെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കാണ് നദികളിലുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. കായൽ തീരത്തുള്ള വീടുകളും ഇപ്പോൾ വെള്ളത്തിലാണ്. ജില്ലയിലെ തീരദേശത്തെ കടൽക്ഷോഭവും രൂക്ഷമാണ്. ആയിരക്കണക്കിന് വീടുകളാണ് വെള്ളത്തിൽ കിടക്കുന്നത്. കുട്ടനാട്ടിലെ പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഗ്രാമങ്ങളിൽ ജലഗതാഗതം പോലും അസാധ്യമായ അവസ്ഥയിലാണ്. തോട്ടപ്പള്ളി പുഴയുടെ വീതി കൂട്ടുവാൻ ഇന്ന് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ഇന്നും മരം വീണ് 10ഓളം വീടുകൾ തകരാറിലായി. പത്തനംതിട്ട ജില്ലയിൽ ഇന്നും വ്യാപക മഴ. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളിൽ പ്രളയ സാധ്യത നിലനിൽക്കുന്നതിനാൽ ജാഗ്രത ജനങ്ങൾ പാലിക്കണം. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി GS ശ്രീധർ. പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ വള്ളംകുളം, പമ്പ നദിയിൽ മാരാമൺ, കുരുടമണ്ണിൽ, അച്ചൻകോവിൽ നദിയിൽ പന്തളം എന്നീ സ്റ്റേഷനുകളിൽ പ്രളയ സാധ്യത നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതും നദിയിലിറങ്ങാൻ പാടില്ലാത്തതുമാണ്. കോഴഞ്ചേരി, അടൂർ താലൂക്കുകളിലായി 2 വീടുകൾ പൂർണ്ണമായും 197 വീടുകൾ 6 താലൂക്കുകളിലായി ഭാഗികമായും തകർന്നിട്ടുണ്ട്. ഇതുവരെ 2.52 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. 90.75 ഹെക്ടർ സ്ഥലത്ത് വിവിധ കാർഷിക വിളകൾ നശിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പകർച്ചവ്യാധി പ്രതിരോധവും കോവിഡ് പ്രതിരോധവും പ്രധാനമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയവ പകരാതിരിക്കാൻ മുൻകരുതലെടുക്കണം. സംസ്ഥാനത്ത് കണ്ടെത്തിയ വ്യാപനശേഷി കൂടിയുള്ള ഒമിക്രോൺ JN.1 LF7 കോവിഡ് വകഭേദത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി മന്ത്രി K രാജൻ. അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ തുടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. വ്യാപക മഴയ്ക്കും സാധ്യതയുണ്ട്. അനാവശ്യമായ യാത്രകൾ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലൂടെയുള്ളവ ഒഴിവാക്കണമെന്നും അപകടകരമായ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നും റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും സ്റ്റോറേജ് സെന്ററുകൾ തുറക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുക അനുവദിച്ചു. ഓരോ ഗ്രാമപഞ്ചായത്തിനും 1 ലക്ഷവും മുനിസിപ്പാലിറ്റികൾക്ക് 3 ലക്ഷവും കോർപ്പറേഷനുകൾക്ക് 5 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. കോട്ടയത്ത് പാറക്കൽ കടവിൽ മീൻ പിടിക്കാൻ പോയ യുവാക്കൾ വള്ളം മറിഞ്ഞ് മരിച്ചു. കൊല്ലാട് സ്വദേശികളായ അരുൺ, സാം, ജോബി എന്നിവരാണ് മരിച്ചത്. മീൻ പിടിക്കാനായി പോയ 3 പേർ സഞ്ചരിച്ച വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ നിന്നും ഒരാളെ നാട്ടുകാർ രക്ഷിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒഴുക്കിൽപ്പെട്ട യുവാവ് മരിച്ചു. പാലക്കുന്ന് സ്വദേശി സാദിഖാണ് മരിച്ചത്. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ദുബായിലായിരുന്ന സാദിഖ് 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇടുക്കി ജില്ലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 350-ലധികം ഹെക്ടറിലെ കൃഷി നശിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 89.74 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പെയ്തത്. 86 കുടുംബങ്ങളിലെ 257 ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇടുക്കിയിൽ 130 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. 121 വീടുകൾ ഭാഗികമായും 9 വീടുകൾ പൂർണ്ണമായും തകർന്നു. മഴക്കെടുതിയിൽ ഇതുവരെ 3 പേർക്ക് ജീവഹാനി സംഭവിച്ചു. ജില്ലയിൽ ഏകദേശം 5.48 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ. 350.8 ഹെക്ടറിലായി 3218 കർഷകരുടെ കാർഷിക വിളകൾ നശിച്ചു. കണ്ണൂർ ജില്ലയിലെ കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. താവക്കര കണ്ണൂർ സർവകലാശാലയ്ക്ക് സമീപം വെള്ളപ്പൊക്ക ഭീഷണിയിലായ 10 കുടുംബങ്ങളിലെ 50 പേരെ ബന്ധുവീടുകളിലേക്ക് സുരക്ഷിതമായി മാറ്റി. പുഴാതി, കക്കാട്, ചെക്കിച്ചിറ ഭാഗത്ത് വെള്ളപ്പൊക്ക ഭീഷണിയിലായ 2 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പടന്നാത്തോടിന് സമീപമുള്ള 40ഓളം വീടുകളിൽ വെള്ളം കയറി. ഇവിടെയുള്ളവരെയും ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. തായത്തിരു ഭാഗത്ത് 10 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. മുഴപ്പിലങ്ങാട് മലയ്ക്ക് താഴെ പ്രദേശത്ത് 10-ലധികം വീടുകളിൽ വെള്ളം കയറി. 3 വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി CPIM-ന്റെ M സ്വരാജ് മത്സരിക്കും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. മുൻ MLA ആയിരുന്ന M സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണ്. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്താണ് രംഗത്തുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി തീരുമാനം സംബന്ധിച്ച് UDF യോഗം കഴിയുന്നതുവരെ കാത്തിരിക്കുമെന്ന് PV അൻവർ അറിയിച്ചു. നിലമ്പൂരിൽ CPIM സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിൽ സന്തോഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിന്റെ രാഷ്ട്രീയ വിചാരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് UDF-ന് ആത്മവിശ്വാസമുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. അടുത്ത മാസം 15-ന് നടക്കാനിരിക്കുന്ന NEET PG പരീക്ഷ 2 ഷിഫ്റ്റുകളിൽ നടത്തുന്നതിന് പകരം ഒറ്റ ഷിഫ്റ്റിൽ നടത്തണമെന്ന് സുപ്രീം കോടതി. ദേശീയ പരീക്ഷാ ബോർഡിന് കോടതി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. പരീക്ഷ ഒറ്റ ഷിഫ്റ്റായി നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനും കോടതി ഉത്തരവിട്ടു. NEET PG പരീക്ഷ 2 ഷിഫ്റ്റായി നടത്താനുള്ള തീരുമാനത്തിനെതിരായ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. IPL 2020 ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ആദ്യ ക്വാളിഫയറിലെ വിജയത്തിലൂടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ വികസിത കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നു. കോന്നി, വള്ളിക്കോട്, തണ്ണിത്തോട്, മലയാലപ്പുഴ എന്നീ പ്രദേശങ്ങളിൽ ഇന്ന് ക്യാമ്പയിൻ നടന്നു. നാളെ തുമ്പമൺ, പന്തളം ഓൺലൈൻ ക്യാമ്പയിൻ എന്നിവ നടക്കും. ജൂൺ 12 വരെയാണ് ക്യാമ്പയിൻ. ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം 2.0-ക്ക് നാളെ വയനാട്ടിൽ തുടക്കമാകും. 2ാം ഘട്ട ക്യാമ്പയിനിൽ പുരുഷന്മാരിലെ അർബുദ പരിശോധനയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. വദനാർബുദം, വൻകുടലിലെ ക്യാൻസർ എന്നിവയുടെ പരിശോധനയും ചികിത്സയും ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ പരിപാടികളുമാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ആരോഗ്യം ആനന്ദം 1ാം ഘട്ട ക്യാമ്പയിനിൽ സ്ത്രീകളിലെ സ്തനാർബുദം, ഗർഭാശയഗള ക്യാൻസർ സ്ക്രീനിംഗും ചികിത്സയും വിജയകരമായി പൂർത്തിയാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിന്റെ ആരോഗ്യമേഖലയിൽ സമഗ്ര വികസനം ഒരുക്കുന്നതിന്റെ ഭാഗമായി 5 ദ്വീപുകളിൽ അത്യാധുനിക ആശുപത്രികൾ സ്ഥാപിക്കുന്ന പദ്ധതികൾ ആരംഭിച്ചതായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ. 231.96 കോടി രൂപ പദ്ധതി ചെലവിൽ മിനിക്കോയ്, അന്ത്രോത്ത്, കടമത്ത് എന്നിവിടങ്ങളിലായി 30 കിടക്കകളുള്ള 3 ആശുപത്രികളുടെ നിർമ്മാണം ആരംഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. മുങ്ങിയ MSC എൽസ 3 കപ്പലിന്റെ ഇന്ധന ടാങ്ക് ചോർച്ച ഉണ്ടായാൽ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് DG ഷിപ്പിംഗ് കൊല്ലം ജില്ലയിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, പോലീസ്, ഫയർഫോഴ്സ്, ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതിൽ യാത്രക്കാർക്ക് കാലാവധി കഴിഞ്ഞ ശീതള പാനീയവും നൽകിയെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് നോട്ടീസ് അയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷം. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത, 4 മരണം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പകർച്ചവ്യാധികൾക്കും കോവിഡിനുമെതിരായ പ്രതിരോധം പ്രധാനമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജ് LDF സ്ഥാനാർത്ഥി. സർക്കാരിന്റെ രാഷ്ട്രീയ വിചാരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ്. NEET PG പരീക്ഷ ഒറ്റ ഷിഫ്റ്റിൽ നടത്തണമെന്ന് സുപ്രീം കോടതി. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.